വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. രാജസേവകന്മാർ മത്താത്തിയോസിനോട് രാജകൽപ്പന പ്രകാരം വർത്തിക്കാൻ പറഞ്ഞെങ്കിലും മത്താത്തിയോസ് മറുപടിയായി ദൃഢസ്വരത്തിൽ പറഞ്ഞു, രാജാവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താങ്കളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. 1 മക്കബായർ 2-ാം 19-20 തിരുവചനങ്ങൾ. ഈ സമയം മൊദയിനിലെ ബലിപീഠത്തിങ്കൽ രാജകൽപ്പന പ്രകാരം ബലിയർപ്പിക്കാൻ ഒരു യഹൂദൻ മുന്നോട്ട് വന്നു. അവൻ പാഞ്ഞു ചെന്ന യഹൂദനെ ബലിപീഠത്തിൽ വെച്ച് തന്നെ വധിച്ചു. ബലിയർപ്പിക്കാൻ നിർബന്ധിച്ചു കൊണ്ടിരുന്ന രാജസേവകനെയും അവൻ വധിച്ചു. ബലിപീഠം ഇടിച്ചു നിരത്തി. മത്താത്തിയോസും പുത്രന്മാരും നീതിക്കും ന്യായത്തിനു വേണ്ടി നിലകൊണ്ടിരുന്ന വളരെ പേരോടുകൂടി തങ്ങൾക്ക് നഗരത്തിലുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് മലമുകളിലേക്ക് പോയി. രാജകൽപ്പനകൾ നിരസിച്ചവർ വനാന്തരങ്ങളിലെ ഒളിസങ്കേതങ്ങളിലേക്ക് പോയി എന്നറിഞ്ഞ രാജസേവകന്മാരും ജെറുസലേമിലെ ഭടന്മാരും അവർക്കെതിരെ പാളയമടിച്ചു. ശാബത്ത് ദിവസം അവരെ ആക്രമിക്കാൻ സന്നാഹങ്ങളൊരുക്കി. ശത്രുക്കൾ ശാബത്ത് ദിവസം അവരെ ആക്രമിച്ചു. 1000-ഓളം ആളുകൾ ഭാര്യമാരോടും കുട്ടികളോടും ആടുമാടുകളോടൊപ്പം മരണമടഞ്ഞു. ഇതറിഞ്ഞ് മത്താത്തിയോസും സ്നേഹിതരും അവരെ ഓർത്ത് തീവ്രമായി വിലപിച്ചു. അവർ ഒരു സൈന്യം സംഘടിപ്പിച്ച് പാപികളെയും നിയമനിഷേധകരെയും ഉഗ്രകോപത്തോടെ അരിഞ്ഞു വീഴ്ത്തി. രക്ഷപ്പെട്ടവർ വിജാതിയരുടെ അടുക്കൽ അഭയം തേടി. മത്താത്തിയോസും കൂട്ടരും ചുറ്റി നടന്ന ബലിപീഠങ്ങൾ തകർത്തു. മത്താത്തിയാസിൻ്റെ മരണമെടുത്തു. അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു, അഹങ്കാരവും നിന്ദയും ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഉഗ്രകോപത്തിൻ്റെയും നാശത്തിൻ്റെയും നാളുകളാണിത്. അതിനാൽ എൻ്റെ മക്കളെ, നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിക്കായി ജീവൻ തന്നെ അർപ്പിക്കുവിൻ എന്ന് പറഞ്ഞ് തൻ്റെ മകൻ യൂദാസ് മക്കബേസിന് സൈന്യത്തെ നയിച്ച് ജനതകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്രചോദനം നൽകി. 146-ാം വയസ്സിൽ മത്താത്തിയോസ് മരിച്ചു. മൊദയനിൽ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അവനെ സംസ്കരിച്ചു. മത്താത്തിയോസിൻ്റെ പുത്രൻ യൂദാസ് മക്കബേസ് നേതൃസ്ഥാനമേറ്റു. അവർ ഉത്സാഹത്തോടെ ഇസ്രായേലിന് വേണ്ടി പോരാടി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.